ഗുഡ് മോർണിംഗ് ഓൾ. റഷീദ് മാസ്റ്റർ മഞ്ചേരിയാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപെക്സ് ടോക്കൺ. ഈ അപെക്സ് ടോക്കൺ കമ്പനിയിലേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് കമ്പനി അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഈ കാണുന്ന അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ സ്കാനർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ രണ്ട് രീതിയിലും അപെക്സ് ടോക്കൺ കമ്പനിയിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ID നമ്പറും അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു ടെക്സ്റ്റ് മെസ്സേജോ ഒരു വോയിസോ പറയാം. ഈ ID-യിലേക്ക് ഇത്ര ക്യാഷിൻ്റെ USDT ഇട്ട് തരാൻ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കമ്പനി അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ലീഡേഴ്സിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ലീഡർമാർ എന്ത് ചെയ്യും, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് കമ്പനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ID-യിൽ ഈ അത്രയും USDT നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാനും കഴിയും. രണ്ട് രീതിയും ചെയ്യാം. ഒന്നുകിൽ നമുക്ക് തന്നെ നമ്മളെപ്പോഴും എന്താവണം, സ്വയം പര്യാപ്തത കാണണം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് വ്യക്തിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ, നമ്മളെ ലീഡറൊന്നും വിളിച്ച് ശല്യപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് തന്നെ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് വേണ്ടി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കമ്പനിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് കമ്പനിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒരു വോയിസോ മെസ്സേജോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ID നമ്പറും കൊടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുത്ത ക്യാഷിൻ്റെ USDT വാങ്ങുക. എന്നിട്ട് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിക്കും സിമ്പിളായിട്ട് നമ്മൾ ID ആക്ടിവേഷൻ ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ഒരു 4500 രൂപ കമ്പനീൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തിട്ട് അദ്ദേഹം അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ട് തന്നു. അദ്ദേഹത്തിൻ്റെ ID എനിക്ക് ഇട്ട് തന്നു. അപ്പോൾ ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ID എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ യൂസർ ID-യും പാസ്വേഡും വെച്ച് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ കയറി. ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ യൂസർ ID-യും പാസ്വേഡും വെച്ച് ഞാൻ സൈറ്റിൽ കയറി. അവിടെ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പേരും ID നമ്പർ. ഉണ്ടോ, ഇപ്പോൾ കമ്പനി എന്ത് ചെയ്തു, 4500 രൂപക്കുള്ള 50 USDT ഈ അക്കൗണ്ടിലേക്ക് അയച്ചു. ഈ ID-യിലേക്ക്, ഇദ്ദേഹത്തിൻ്റെ ഈ ID-യിലേക്ക് അയച്ചു. അതാണ് നിങ്ങളിവിടെ കാണുന്നത്, 50 USDT. ഇനി ഞാനത് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഒരു പ്രാവശ്യം കൂടി നമുക്ക് കാണാം. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിൽ ഒരു 3 ലൈൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇൻ്റർഫേസിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ കണ്ടപ്പോൾ ഡാഷ്ബോർഡ്, പ്ലാന്, BB ലോഗ് ഇങ്ങനെ പോകും അല്ലേ. ഇവിടെ പ്ലാൻ കണ്ടില്ലേ, ആ പ്ലാൻ എന്നിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരും. 50 USDT നിങ്ങൾ ചെയ്യണത്, അതോ 100 ചെയ്യണത്, 250 ചെയ്യണത്, 500 ചെയ്യുന്നത്, അത് 1000 ചെയ്യുന്നത്, 2500 ചെയ്യുന്നത്, 5000 ഇങ്ങനെയൊക്കെ ചോദിക്കും. 10000 ഒക്കെ എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എത്രയാണ്? ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് 50. ഇപ്പോൾ കണ്ടോ, ഈ 50ലേക്ക് വന്നു. ഉണ്ടോ, ഇവിടെ കണ്ടോ സ്റ്റേക്ക് ഓൺ പ്ലാൻ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടോ വീണ്ടും വന്നു. കണ്ടോ
അവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് എത്ര USDT. ഓക്കെ, ഇനി താഴെ വീണ്ടും പറയുന്ന സ്റ്റേക്ക് ഓൺ പ്ലാൻ. അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെസ്സേജ് മുകളിൽ കാണാൻ കേട്ടോ. ഏറ്റവും മുകളിൽ നോക്കണം മെസ്സേജ് പർച്ചേസിറ്റ് കണ്ടോ, മുകളിൽ കണ്ട ഏറ്റവും ടോപ്പിൽ സക്സസ്ഫുൾ ചെയ്തു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നോക്കിയേ, ഇപ്പോൾ $50 അവിടെ ഉണ്ടോ? 50 USDT കണ്ടില്ലായിരുന്നോ? അപ്പോൾ അവിടെ ഇല്ല. അത് അങ്ങോട്ട് പോയി, ഇതേണ്ടേ ഏറ്റവും മുകളിലേക്ക് സ്റ്റേക്കിങ്ങിലേക്ക് പോയി. ഇനി ഇദ്ദേഹത്തിന് നാളെ മുതൽ ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ കണ്ടോ ടോട്ടൽ സ്റ്റേക്കിഡ് എമൗണ്ട് 50 USDT. ഇത്തരമുള്ളൊരു പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാൻ സിമ്പിളുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണ്ട, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കമ്പനിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ടും നമ്മളെ ID-യും കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി കമ്പനിയുടെ കസ്റ്റമർ കെയർ നമ്പർ നമുക്ക് നോക്കാം. ഉണ്ടോ, ഇതാണ് കമ്പനിയുടെ കസ്റ്റമർ കെയർ നമ്പർ. ഉണ്ടോ, കമ്പനിയുടെ കസ്റ്റമർ കെയർ നമ്പറാണ് ഈ കാണുന്നത്. 90 74 88 11 52. ഈ കസ്റ്റമർ കെയറിലേക്കാണ് നമ്മൾ ക്യാഷ് അയച്ചതിന് സ്ക്രീൻഷോട്ടും നമ്മളെ ID-യും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, കസ്റ്റമർ കെയർ ആ വ്യക്തി നമ്മളെ കൊടുത്ത ID-യിലേക്ക് അത്രയും രൂപക്കുള്ള USDT അയക്കും. എന്നിട്ട് അദ്ദേഹം നമുക്ക് റിപ്ലൈ തരും, ഡൺ എന്നൊരു മെസ്സേജ് തരും. അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ID-യിലേക്ക് അദ്ദേഹം ആ USDT അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ID-യുടെ പാസ്വേഡ് അടിച്ചിട്ട് ID-യും പാസ്വേഡും അടിച്ച് സൈറ്റിൽ കയറിയാൽ ഇതേപോലെ USDT അവിടെ കാണും. നമ്മൾ ID ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡാഷ്ബോർഡിൻ്റെ നേരെ താഴെയില്ല പ്ലാനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ആക്ടിവേഷൻ ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. റഷീദ് അലി മാസ്റ്റർ, മഞ്ചേരി.